ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് ഈ 100 കൊല്ലത്തിൻ്റെ ഇടയിൽ അതിൻ്റെ ആ വിശുദ്ധിയും അതിൻ്റെ ആ ഉയർന്ന തത്വങ്ങളൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കിയവരാണ് ഈ രാജ്യത്തുള്ള ജനങ്ങൾ. അതുകൊണ്ടാണ് ഈ സംഘടനയെ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ ഹിന്ദു സമുദായവും ഇവിടുത്തെ ക്രിസ്തീയ സമുദായവും ഇവിടെ KSUവിൻ്റെ വളരെ ഒരു യുവത്വം പ്രസരിക്കപ്പെടുന്ന ഒരു യുവാവ്, അദ്ദേഹം ഇതിൻ്റെ മുമ്പും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ച് വളരെ അതിനെ മനസ്സിലാക്കി പഠിച്ച് വലിയ സംഭവങ്ങളൊക്കെ എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗക്കാരുണ്ട്. അങ്ങനെയുള്ള ഓരോ വിഭാഗക്കാരെ തെറ്റിച്ചുകൊണ്ട് മതങ്ങളിടയിൽ സ്പർദ്ധ വളർത്തിയും കൊണ്ടിട്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരിൽ അവരെ രോഷാകുലരാക്കി കൊണ്ടിട്ട് വൈകാരികമായി പല പ്രസിദ്ധീകരണങ്ങൾ അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ വിശുദ്ധമായ സന്ദേശം എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ഭരണകാലഘട്ടത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് പന്തലിച്ച് എല്ലാ നിലക്കുള്ള ശക്തിയും ആർജിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കൊണ്ട് 2-3 രൂപത്തിലുള്ള ഉടമ്പടികളുണ്ട്, ഒരു ഭരണകൂടമായിട്ടുള്ള സന്ധികൾ. അതിപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കരുത്.